എനിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട അമൃതയുണ്ട്, പ്രമോദ് വെളിയിലാടുണ്ട്. ഒപ്പം ഇത്തവണത്തെ നമ്മളുടെ ഈ വള്ളംകളിപ്പാട്ട് ഔദ്യോഗികമായി ഇറക്കിയിരിക്കുന്നത് ഗൗതമിൻ്റെ നേതൃത്വത്തിലാണ്. ഗൗതം നമുക്കൊപ്പമുണ്ട്. ഒപ്പം ഈ നാട് മുഴുവൻ നമ്മളോടൊപ്പം ചേരാൻ പോവുകയാണ്. അപ്പോൾ അമൃത, ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇത്തവണ നമ്മുടെ വള്ളപ്പാട്ടിൻ്റെ പേരെന്താണ്? ഓളപ്പോര്. ഓളപ്പോര്. ഓളപ്പോര് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഓളപ്പോര് എന്നാണ് ആ പാട്ടിൻ്റെ പേര്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചുണ്ടൻ വള്ളത്തിനൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുണ്ടൻ വള്ളത്തിൻ്റെ എല്ലാം അത് ഉണ്ടാക്കി തുടങ്ങുന്നത് മുതൽ നീറ്റിലിറങ്ങുന്നത് വരെ ഒരു ചിട്ടയുണ്ട്. അതിൻ്റെ മരം മുറിക്കുന്നത്, ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മരം, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ആഞ്ഞിലി മരമൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് ആദ്യം മരത്തിനടുത്ത് അനുവാദം ചോദിച്ച്, ജീവജാലങ്ങളുടെ അനുവാദം ചോദിച്ച്, ആ മരം മുറിച്ചിടുന്നത് താഴെ വീണ് തട്ടിപ്പോവാതെ, മുറിഞ്ഞു പോവാതെ കൊമ്പുകൾ വെച്ച് തടഞ്ഞ് ആ മരം ഇങ്ങനെ താഴെ കിട്ടുന്നതിന് ശേഷമാണ് നിർമ്മിക്കുന്നത്. പിന്നെ വലിയ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചുണ്ടൻ വള്ളത്തിൽ കയറാനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നഗ്നപാതരായിട്ട് മാത്രമേ കയറാൻ പറ്റൂ. ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല, നമ്പർ 1. അപ്പോൾ നമ്മൾ പാതുകം പുറത്തു വയ്ക്കണം, അതാണ് നമ്പർ 1. 2, പുരുഷന്മാർക്കേ കയറാൻ പറ്റും. അങ്ങനെ പ്രത്യേകതയുണ്ട് ചുണ്ടൻ വള്ളത്തിനകത്ത്. അതായത് ചെരുപ്പ് ഊരി വെച്ച് പുരുഷന്മാരെ കയറാൻ പറ്റും. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അത് ചോദിച്ച് ഇന്നത്തെ ദിവസം ചർച്ചയ്ക്ക് ഞാനില്ല. അതൊക്കെ ഒരു നാടിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണിന്റെ പാട്ട് സമ്മതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം.